മ്യാൻമാറിലെ ഭൂകമ്പത്തിൽ മരണം 1600 കടന്നു. തുടർ പ്രകമ്പനങ്ങൾ രക്ഷാദൌത്യത്തെ ബാധിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ബാങ്കോക്കിൽ തകർന്നു വീണ കെട്ടിടത്തിന്റെ അടിയിൽ 100 തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഭൂകമ്പത്തിൽ മരണം 1600 കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, ഇത് രക്ഷാദൌത്യത്തെ കൂടുതൽ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം തുടർ പ്രകമ്പനങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരണം 1600 കടന്നു. തുടർ പ്രകമ്പനങ്ങൾ രക്ഷാദൌത്യത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ബാങ്കോക്കിൽ തകർന്നു വീണ കെട്ടിടത്തിന്റെ അടിയിൽ 100 തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. Has been dispatched with 80 rescuers, special equipments that includes all devices required for carrying out search and rescue operations. And we have also got canines which will be put to use, and we feel that the next as soon as they land it will be very crucial next 24-48 hours. ഐസൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തുവിടാനുള്ളത്. 1600 കടന്നിരിക്കുകയാണ് മരണസംഖ്യ. ഇനിയും മരണനിരക്ക് ഉയരാനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത്? അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്താണ്? ഏറ്റവും പുതിയ റിപ്പോർട്ട്? തീർച്ചയായും ദേവിക, മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് വന്ന കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 1700-നോടടുത്ത് മരണസംഖ്യ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൻതോതിലുണ്ടായ ഭൂകമ്പത്തിൽ കെട്ടിടങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ വൻതോതിലുള്ള നാശനഷ്ടങ്ങളുണ്ടായും വലിയ തോതിൽ രക്തം വാർന്നുമെല്ലാം തന്നെ നിരവധി പേരുടെ മരണം സംഭവിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു സുപ്രധാനമായ പ്രശ്നം ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ്, അതായത് കെട്ടിടങ്ങളുടെ മുകളിലും അതുപോലെ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെയും സുരക്ഷാ സേന സഞ്ചരിക്കുന്ന വേളയിൽ വീണ്ടും ഈ ആഫ്റ്റർ ഷോക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ തുടർചലനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഒരു ഭൗമ പ്രതിഭാസം തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഈ തുടർചലനങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാദൌത്യത്തെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഈ തുടർചലനങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ഇതിന്റെ ഇന്റൻസിറ്റി ചെറിയ തോതിലെങ്കിലും വർദ്ധിക്കാൻ, അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ ഇന്റൻസിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുകയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്ക് മുകളിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഈ തുടർചലനങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തകരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടി വരുന്നത് കാലതാമസം രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് മ്യാൻമാറിൽ നിലനിൽക്കുന്നത്. നേരത്തെ നമ്മൾ കേട്ടതുപോലെ NDRF ഉൾപ്പെടെയുള്ള രക്ഷാദൌത്യ സംഘങ്ങൾ ഭാരതത്തിൽ നിന്ന് പോലും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. 80 അംഗ സുരക്ഷാ ദൌത്യ സേനയാണ് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും മനുഷ്യജീവനെ കണ്ടെത്തുന്ന സ്നിഫർ ഡോഗുകൾ ഉൾപ്പെടെയുള്ള സംഘമാണ്, ഇപ്പോൾ 80 അംഗ സംഘമാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇവരുടെ പ്രധാന ദൌത്യം ജീവന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ കൃത്യമായി രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നതിനെ അവിടെയുള്ള രക്ഷാ സംവിധാനങ്ങളെ, ഫയർഫോഴ്സ് പോലുള്ള സംവിധാനങ്ങളെ സഹായിക്കുക എന്നതാണ്. അതിനായി പൂർണ്ണമായും എക്യുപ്മെന്റുകൾ ഭാരതത്തിൽ നിന്ന് വ്യോമസേന വിമാനങ്ങളിൽ അങ്ങോട്ട് എത്തിക്കുന്നു എന്നാണ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശ്വാസ വാർത്തകൾ വരുന്നത് മ്യാൻമാറിലെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായവുമായി ഭാരതം മുന്നോട്ട് വരികയാണ്.